ഇമാമിങ്ങൾ അത് റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ടോ? അതുപോലെ ഹിജ്റ 110 ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത്. ഹിജ്റ 200 കാലഘട്ടങ്ങളിലാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അപ്പോൾ ഈ ആയത്തും അതുപോലെ തന്നെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് അറിയുമായിരുന്നില്ലേ? അവരൊന്നും ഈ നബിദിനം ആഘോഷിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞതിന് അത് പ്രവാചകനാണ് എന്ന് ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്ന് ഇബാറത്ത് വായിക്കാൻ കഴിയുമോ? ഒരുപാട് ഇബാറത്ത് വായിക്കാൻ കഴിയും. ഒന്ന് രണ്ടെണ്ണം കേൾപ്പിച്ചു തരാം. എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഇബ്നു അബി ഷൈബ മഹാനായ ഇബ്നു അബി ഷൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബു ശൈഖ് അനിബ്നു അബ്ബാസ് ഇമാം അബു ശൈഖ് റഹിമഹുല്ല രേഖപ്പെടുത്തി വെക്കുന്നു. ആരിൽ നിന്ന? അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് എന്ന റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അന്നഹു ഖാല ഫളിലുല്ലാഹി അൽ ഇൽമു കണ്ടോ വറഹ്മത്തുഹു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന ആയത്തിൽ പറഞ്ഞത് ആരെക്കുണ്ടാ? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാകുന്നു. തഫ്സീർ ദുറുൽ മൻസൂർ 3-ാം വാള്യം 554-ാമത്തെ പേജ്. തഫ്സീർ റൂഹുൽ മആനി 11-ാമത്തെ വാള്യം അതിന്റെ 205-ാമത്തെ പേജിൽ അവരെയും പറഞ്ഞു വറഹ്മത്തു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആയത്ത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത്, ആ റഹ്മത്ത് കൊണ്ട് ഫല്യഫറഹു നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കൂ എന്ന് തന്നെയാണ് മുഫസ്സിറുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആഘോഷിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഷാഫി ഇമാം കണ്ടിട്ടില്ലേ? അതുകൊണ്ട് എന്തേ ഷാഫി ഇമാം കണ്ടില്ല? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആഘോഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലല്ലേ നിങ്ങളുടെ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. ഏതെങ്കിലും ഒരാൾക്ക് കാണിച്ചു തരാൻ കഴിയോ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. മുജാഹിദുകൾ പറയും ഈ മൗലിദാഘോഷം പാടില്ല, തെറ്റാണ്. ഞാൻ 100 കണക്കിന് സദസ്സുകളിൽ ഞങ്ങൾ ചോദിച്ചതാ. നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാമോ? എന്ത്? റസൂലുള്ളാഹി തങ്ങളുടെ മൗലിദാഘോഷം നിങ്ങൾ നടത്തരുതേ എന്ന് പറയുന്ന ഒരായത്ത് ഖുർആനിൽ തെളിയിച്ചാൽ ഈ പരിപാടി ഇന്ന് ഇവിടെ നിർത്തുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. അറിയോ? ലക്ഷക്കണക്കായ ഹദീസുകളില്ലേ? ഏതെങ്കിലും ഒരു ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചോ എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുതേ, അത് തെറ്റാണ്, നരകത്തിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഹദീസ് ലക്ഷക്കണക്കായ ഹദീസുകളിൽ തെളിയിക്കാൻ കഴിയോ? ഇല്ലേ ഇല്ല. ഇതുവരെ ഒരൊറ്റ മുജാഹിദും അത് പറഞ്ഞിട്ടില്ല, തെളിയിച്ചിട്ടുമില്ല. ലോക മുസ്ലിമീങ്ങളെ ഇജ്മാഉണ്ട്. പോകട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണിക്കാൻ കഴിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞോ മൗലിദ് ആഘോഷിക്കരുതെന്ന്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടോ? 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞോ മൗലിദ് ആഘോഷിക്കരുതെന്ന്? ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ചില പ്രതികരണങ്ങളാണത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഇനം തിരിച്ചു മനസ്സിലാക്കുക തന്നെ വേണം.